ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ സ്ഥാനാർത്ഥി പ്രഖ്യാപനമൊക്കെ ഏതാണ്ട് ആയി കഴിയുമ്പോൾ ചില കണക്കുകൾ നമ്മുടെ മുന്നിൽ വന്ന് നിൽക്കുകയാണ്. കോൺഗ്രസ് മാത്രമല്ല, പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെല്ലാം കുടുംബാധിപത്യത്തിൻ്റെ ഒരു പിടിയിലാണ് എന്നാണ് ഈ കണക്ക് വ്യക്തമാക്കുന്നത്. ആ കണക്കിലേക്ക് വരാം. അതായത് കോൺഗ്രസ് സ്ഥാനാർത്ഥികളെ 4 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അതിലൊന്ന് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള ആളായിരിക്കും. BJP 5 സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കുമ്പോൾ അതിലൊന്ന് ഏതെങ്കിലും രാഷ്ട്രീയ കുടുംബത്തിൽ നിന്നുള്ള ആളായിരിക്കും. ഇതുവരെ പ്രഖ്യാപിച്ച സ്ഥാനാർത്ഥികളുടെ കണക്കെടുക്കുമ്പോൾ, കാരണം കോൺഗ്രസിന്റെ 5ാം ഘട്ട പട്ടികയാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിരിക്കുന്നത്. അതുപോലെ BJP ഏതാണ്ട് 400-ലധികം സീറ്റുകളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചപ്പോഴാണ് കോൺഗ്രസ് പ്രഖ്യാപിച്ച 4 സ്ഥാനാർത്ഥികളിൽ ഒരെണ്ണം ഈ കുടുംബാധിപത്യ അല്ലെങ്കിൽ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുമ്പോൾ BJPയിൽ നിന്ന് ഈ 5 പേരിൽ ഒരാൾ ഈ കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് വരുന്നത്. നമ്മൾ ഈ കണക്കുകൾ നോക്കുമ്പോൾ നമുക്കൊന്ന് കർണാടകയിൽ പോയാൽ അവിടെ യെദ്യൂരപ്പയുടെ മകൻ മത്സരിക്കുന്നു. കഴിഞ്ഞ BJPയുടെ മുഖ്യമന്ത്രി ബൊമ്മയുടെ മകൻ മത്സരിക്കുന്നുണ്ട്. ശിവകുമാറിന്റെ സഹോദരൻ മത്സരിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ വടക്കോട്ട് വരുമ്പോൾ സ്ഥിതി കോൺഗ്രസ്സിൽ പിന്നെ കമൽനാഥിന്റെ മകൻ മത്സരിക്കുന്നുണ്ട്. അതെ, ഗൊഗോയുടെ മകൻ മത്സരിക്കുന്നു. പക്ഷേ അനൂപ്, നമ്മൾ ഈ സൗത്തിൽ നിന്ന് ഇങ്ങോട്ട് വരുന്നെന്ന് പറഞ്ഞാൽ അപ്പൊ നമ്മൾ കേരളം പറയാതിരിക്കാൻ ഉറപ്പായി പറയണം. കേരളത്തിലും ഇതൊക്കെ തന്നെയല്ലേ. AK ആന്റണിയുടെ മകൻ മത്സരിക്കുന്നു. AK ആന്റണിയുടെ മകൻ BJPയിലാണെങ്കിലും AK ആന്റണിയുടെ മകൻ ഒരു കുടുംബ പശ്ചാത്തലത്തിൽ നിന്ന് അതൊരു കൗതുകകരമായിട്ടുള്ള കാര്യമാണ്. കോൺഗ്രസിൽ നിന്ന് കോൺഗ്രസ് കുടുംബമായി കാലങ്ങളോളം നിന്ന ശേഷം BJPയിൽ എത്തി മത്സരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് അനിൽ ആന്റണി മാത്രമല്ല, തമിഴ്നാട്ടിലേക്ക് പോയാൽ തമിഴിസൈ സൗന്ദരരാജൻ ഇപ്പോൾ ചെന്നൈ സൗത്ത് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയാണ്. തമിഴിസൈ സൗന്ദരരാജൻ അങ്ങനെ വന്ന ആളാണ്. നമ്മൾ ഇവിടെ നോക്കൂ, സിന്ധ്യ കോൺഗ്രസ് പശ്ചാത്തലത്തിൽ നിന്ന് വന്നിപ്പോൾ BJPയിൽ മത്സരിക്കുന്നു. അങ്ങനെ അതേപോലെ തന്നെ ഇപ്പോൾ വളരെ കാലം BJPയോടെ ഇപ്പം നിന്ന് മത്സരിച്ച കുറേ ആളുകൾ കോൺഗ്രസിനൊപ്പം ചേരുന്ന കാഴ്ചയൊക്കെ ഉണ്ട്. നമ്മൾ രാജസ്ഥാനിൽ നിന്ന് MP രാഹുലൊക്കെ വന്ന് ചേർന്ന കാഴ്ചയുണ്ട്. ഇങ്ങനെ ഇതിലൊരു സംക്ഷിപ്ത രൂപം എന്ന് പറയുന്നത്, കാലം പിന്നിട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കുടുംബാധിപത്യത്തിൽ നിന്ന് രാഷ്ട്രീയ പാർട്ടികൾ മുക്തമാവുകയല്ല ചെയ്യുന്നത്. അധികാരങ്ങൾ കേന്ദ്രീകരിക്കപ്പെടുന്നു എന്നാണ്, അതായത് കുടുംബങ്ങളിൽ കേന്ദ്രീകരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്ന ദുഃഖകരമായ ഒരു അവസ്ഥ. കാരണം ഇന്ത്യൻ ഭരണഘടനയൊക്കെ വിഭാവനം ചെയ്ത ഒരു പാർലമെന്ററി ജനാധിപത്യ സംവിധാനത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഈ ഭരണഘടനാ ശില്പികളൊക്കെ ഇങ്ങനെയാണോ കരുതിയിരുന്നത് എന്നത് ആലോചിക്കേണ്ട ഒരു കാര്യമാണ്. ഗുണപരമല്ല എന്ന ഒറ്റ വാക്ക് മാത്രമേ നമുക്ക് ഇതിനെ അവസാനിപ്പിക്കുമ്പോൾ പറയാൻ പറ്റുള്ളൂ. ഈ കാണുന്ന പാർലമെന്റിൽ ഈ തെരഞ്ഞെടുപ്പിന് ശേഷം എത്ര ഈ കുടുംബാധിപത്യ പശ്ചാത്തല അല്ലെങ്കിൽ കുടുംബ കേന്ദ്രീകൃത രാഷ്ട്രീയത്തിൽ നിന്ന് വന്ന എത്ര പേർ കാണുമെന്നാണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. ഉറപ്പായിട്ടും.